ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആദിദേവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 4-5 ദിവസത്തിന് മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഏകദേശം ഒരു ക്യു ആൻഡ് എയുടെ പോസ്റ്റ് ആയിരുന്നു. ഏകദേശം നമുക്കൊരു 14-15 ചോദ്യങ്ങളോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എവിടെയാണ് എൻ്റെ വീട് എന്നാണ്. എൻ്റെ വീട് കൊല്ലം ചവറയിലാണ്. കൊല്ലം ചവറ നെല്ലിയാത്തുമുക്ക് ജംഗ്ഷൻ്റെ അടുത്തായിട്ടൊക്കെ വരും എൻ്റെ വീട്. കൊല്ലം ചവറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ചവറയിലാണ് വലിയ 2 കമ്പനീസ് ഉള്ളത്. KMML IRE എന്നൊക്കെ പറയുന്ന വലിയ രണ്ട് സംഭവങ്ങളുള്ളത്, കമ്പനികളുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ചവറയിലാണ് നമ്മുടെ ONV കുറുപ്പ് സാറ് കളിച്ച് ജനിച്ച് വളർന്ന സ്ഥലമാണ് കൊല്ലം ചവറ. കഥകളിയിലെ പ്രശസ്തയായിട്ടുള്ള പാറുക്കുട്ടി അമ്മയും കളിച്ച് ജനിച്ച് വളർന്ന സ്ഥലമാണ് കൊല്ലം ചവറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊറ്റൻകുളങ്ങര അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായ അമ്പലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ മാത്രമേ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് ചമയവിളക്കെടുക്കുന്നത് ഈ അമ്പലത്തിലാണ്. കോഴി പോകുന്നു ഈ അമ്പലത്തിലാണ്. ആൾക്കാരിത് ചെയ്യുന്നത് ഒരു നേർച്ചയായിട്ടാണ്. അതുകൂടാതെ തന്നെ കൊറ്റൻകുളങ്ങര ദേവിക്ക് ഈ ഒരു നേർച്ച അത് കൊറ്റൻകുളങ്ങര ദേവിക്ക് ഒരു ഇഷ്ട വഴിപാട് കൂടിയാണ് ഈ ചമയവിളക്ക് എന്നത് ആണ് ഒരു സത്യം എന്ന് പറയുന്നത്. മീനം 10-11 തീയതികളിലാണ് ഈ ഉത്സവം നടത്തുക. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ. രണ്ടാമത്തെ ചോദ്യം, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നാണ്. എൻ്റെ വീട്ടിൽ ഞാൻ, നിവേദ, അമ്മ, അച്ഛൻ, അമ്മൂമ്മ, കൊച്ചച്ഛൻ, ഇത്രയും പേരേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമ്പുരാനാണ് ഞങ്ങൾ റീസെൻ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ. അടുത്തത്, ഫേവറേറ്റ് ആയിട്ടുള്ള 3 യൂട്യൂബേഴ്സ് പറയാമോ എന്നാണ്. യൂട്യൂബേഴ്സിൻ്റെ പേര് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവീൺ പ്രണവിനെ ഇഷ്ടമാണ്, ഇൻഫോടെക്കിനെ ഇഷ്ടമാണ്, അൺബോക്സിംഗ് ഡ്യൂട്ടിനെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം, കാർത്തിക് സൂര്യനെയും എനിക്കിഷ്ടമാണ്. അടുത്ത ചോദ്യം, അച്ഛനും അമ്മയ്ക്കും എന്താണ് ജോലി? അച്ഛന് KSFയിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. അടുത്ത ചോദ്യം, എനിക്കിഷ്ടപ്പെട്ട മൂവി ആൻഡ് ആക്ടർ. എനിക്ക് അങ്ങനെ ഇന്ന മൂവി എന്നൊന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് പറയാം. എനിക്ക് കൊണ്ടലാണ് കൂടുതൽ ഇഷ്ടം. പഴയ മൂവീസിൽ ഏതൊക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ മണിച്ചിത്രത്താഴ് ഇഷ്ടമാണ്, മിഥുന ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. പിന്നെ ആരെയാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാൽ, ഏത് ആക്ടറിനെയാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാൽ ലാലേട്ടനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അടുത്ത ചോദ്യം, മൂന്നാറാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം എനിക്കൊരു സ്പെഷ്യൽ ചോദ്യമാണ്. കാരണം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്ന ശരത് സാർ എന്ന് പറയുന്നൊരു സാറാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ സാറ് പകുതിക്ക് വെച്ച് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സ്ഥാനം ഒഴിഞ്ഞ് മറ്റ് ക്ലാസ് ടീച്ചറായിട്ട് പോയി, പകുതിക്ക് വെച്ച്. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം സാറ് ചോദിച്ചിരിക്കുകയാണ് മൂന്നാറാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. മൂന്നാറല്ല, ഇത് വട്ടവടയാണ്. അവിടെ പോയപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ചാനൽ തുടങ്ങാനുള്ള കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ജോണി തുടങ്ങുന്നത് 2021-ലാണ്. 2021-ലാണ് COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മുടെ കേരളത്തിൽ വന്നതും നമ്മുടെ കേരളത്തിലെ കുറേ ആൾക്കാരെ അത് കൊണ്ടുപോയതും 2021-20 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ അമ്മയാണ് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നെ. അന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് എന്നാണ് സംഭവത്തിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ. അപ്പോൾ രാവിലെ എണീക്കുക, പല്ലിയൊക്കെ കുളിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു മൊബൈലിൻ്റെ കീഴിൽ വന്നിരിക്കുക. ഒരു 10-12 മണി വരെ നമുക്ക് ക്ലാസ് ആയിരിക്കും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലാതെ വീട്ടിൽ ചുമ്മാ കയറി കുത്തിയിരിക്കുക. എന്നിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അമ്മയാണ് നമുക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞത്, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന്. ആ വഴി എങ്ങനെ ക്ലിക്കായാലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ചെറുതായിട്ട് ക്ലിക്കായി വരുന്നുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നാണ് അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ
നമ്മൾ 2021 നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഏകദേശം 4 വർഷം ആകുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അടുത്ത ചോദ്യം, മൂന്നാറാണല്ലോ എപ്പോഴും പോകുന്നത്, കാരണമുണ്ടോ? കാരണമുണ്ട്. മൂന്നാർ, ഇടുക്കിയിലാണല്ലോ മൂന്നാർ. ഇടുക്കി എന്ന് പറയുമ്പം വശ്യസുന്ദരമായിട്ടുള്ള പ്രദേശമാണല്ലോ ഇടുക്കി. അതുമല്ല, ഇടുക്കി എന്ന് പറയുമ്പോൾ താഴ്വരകളുടെ രാജകുമാരി, തണുപ്പിൻ്റെ പ്രദേശമാണല്ലോ ഇടുക്കി. അപ്പം ഒരാൾക്കിപ്പോൾ ഇടുക്കി പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇങ്ങോട്ട് വരാനല്ല, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് പിന്നെ അവിടെ തന്നെ നിൽക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛന് ഇടുക്കി രാജകുമാരി എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു ജോലി. രാജകുമാരിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഏകദേശം ഒരു 50-100 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ 2023-24 ആ ഒരു വെക്കേഷൻ സമയം, അതായത് 7 നിന്ന് 8 പോകുന്ന ആ ഒരു സമയം ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു ഉള്ളത്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മൊത്തം ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇടുക്കിയിലുള്ള മൊത്തം സ്ഥലങ്ങൾ പോയി കണ്ടു. രാമക്കൽമേട്, മൂന്നാർ, ബോഡിമേട്ട്, കാന്തല്ലൂർ, വട്ടവട, ബൈസൺ വാലി, പിന്നെ പ്ലെയിൻ പാറ, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അച്ഛൻ ഈ വാല്യുവേഷനൊക്കെ പോകുമ്പോൾ ഞങ്ങളങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളും കൂടെ കയറി പോകുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ അവിടെ ഒരു സൂര്യകാന്തി പൂക്കുന്ന ഒരു പാടമൊക്കെ ഉണ്ട് ഇടുക്കി. എവിടെ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ വാല്യുവേഷന് പോയപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അപ്പം രണ്ടാമത്തെ കാര്യം അതാണ് ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോകാനുള്ള കാരണം. മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇടുക്കിയിൽ പ്രോഗ്രാംസ് എല്ലാം വരുമ്പോൾ അച്ഛൻ്റെ കൂട്ടുകാർ ജോസേട്ടനും മാമന്മാരെയൊക്കെ അച്ഛനെ വിളിക്കുമ്പോൾ ഞങ്ങളും കൂടെ കയറിപ്പോവും. അങ്ങനെ അല്ലാതെ ഞങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ ഒരു 3-4-5 ദിവസമൊക്കെ അവിടെ 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മൂന്നാർ പോകാനുള്ള കാരണം. ശരിക്കും മൂന്നാറിലോട്ടല്ലായിരുന്നു ഞങ്ങൾ പോകുന്നത്, ഇടുക്കിയിലോട്ടാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഇടുക്കി വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാജമുടി വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം. അത് ഞങ്ങൾ പോയി തിരിച്ചു വന്നു. ആ സമയത്തായിരുന്നു നമ്മൾ വട്ടവടയിലൊക്കെ പോയത്. ആ വട്ടവടയിൽ പോയ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക, നല്ലതാണ്. നല്ല രസമായിരുന്നു അന്നൊക്കെ. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, ഇടുക്കിക്കാരുടെ സ്നേഹം, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളതെല്ലാം ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നു. ഇത് തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. അടുത്തത്, എന്താണ് എൻ്റെ പേര്? എൻ്റെ പേര് ആദിദേവ് എന്നാണ്. എൻ്റെ പേര് ആദിദേവ്. അടുത്ത യൂട്യൂബിൽ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും നമുക്ക് ഇടണമെന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം, സമയം നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു വസ്തുവല്ല, ഒരു സംഭവമാണ്. അപ്പം നമ്മൾ തന്നെ അതിനെ കണ്ടെത്തുക. പക്ഷേ എനിക്ക് സമയം ഞാൻ ഇനി ചെയ്യും. പക്ഷേ യൂട്യൂബ് ഹോം ടൂർ നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. വീഡിയോ എടുക്കാൻ ആരെങ്കിലും സഹായിക്കുമോ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ സഹായിക്കുമോ? സഹായിക്കും. ചിലപ്പോൾ അമ്മ, നിവേദ് ഒക്കെ വന്ന് വീഡിയോ എടുക്കാൻ ക്യാമറ ഇങ്ങനെ വന്ന് പിടിച്ചു തരും. നമ്മൾ സെൽഫി സ്റ്റിക്കും ട്രൈപ്പോഡും നമുക്കുണ്ട്. അത് വെച്ചാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ട്രൈപ്പോഡ് ഇല്ലാത്ത സമയത്ത് അവർ വന്ന് വീഡിയോ എടുക്കാറുണ്ട്. ട്രൈപ്പോഡിൻ്റെ ഒരു റിവ്യൂ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ Q&Aയുടെ വീഡിയോ. നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്തത്. പക്ഷേ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം, ചാർജ് തീരുന്ന കാരണമൊക്കെ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന് സ്റ്റിൽ 660 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സഹായവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളാണ് എൻ്റെ ശക്തി. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. അത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.